ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, അതായത് നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുള്ള കഴിവുകൾ, നിങ്ങളറിയാതെ പോയ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1, ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1 ബ്ലൂ ആണെങ്കിൽ, റെഡ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2 ആൻഡ് ലാസ്റ്റ് പേർപ്പിൾ ആണെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1, നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 1, നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് നൽകിയിട്ട് പോയ കഴിവുകൾ എന്താണ്, നിങ്ങൾ അറിയാതെ പോയ ആ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. പൈൽ നമ്പർ 1. ആദ്യം തന്നെ കിങ് ഓഫ് സോർഡ്സ്, Chariot energy, King of Wands and 9 of Wands and 3 of Swords, Ace of Swords, Ace of Pentacles, Devil moment. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് Cavalier of Wands. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് നൽകിയിട്ട് പോയിട്ടുള്ള കഴിവുകൾ എന്താണെന്ന് വെച്ചാൽ, അതിന് തന്നെ കിങ് ഓഫ് വോൺസ് എനർജി ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല ചാലഞ്ചസിലൂടെയും ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പലതരത്തിലുള്ള ചാലഞ്ചസ്, അത് വളരെ ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ബട്ട് നിങ്ങൾ എപ്പോഴും അതിലൂടെ, എത്ര വലിയ ചലഞ്ചാണെങ്കിൽ കൂടിയും നിങ്ങൾ അതിലെ അതിജീവിച്ച് പുറത്തേക്ക് വരാൻ, എത്ര വലിയൊരു തടസ്സമാണെങ്കിലും ചലഞ്ചാണെങ്കിലും അതിനെ അതിജീവിച്ച് പുറത്ത് കിടക്കാൻ എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ്, നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ളൊരു കഴിവാണ്. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ, പ്രത്യേകിച്ച് വളരെയധികം നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷനിൽ, വേറൊരു രക്ഷയുമില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുന്ന സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്രതീക്ഷിതമായിട്ട് ആ ഒരു നിങ്ങളെ സഹായിക്കാനായിട്ടൊരു വ്യക്തി ആ സിറ്റുവേഷനിൽ എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത്. ഏത് സാഹചര്യമാണ് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ പൂർവികർക്കുണ്ടായിരുന്ന ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്കും ആണ് പകർന്നു കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാഞ്ഞു പോവാത്ത ഒരു അനുഗ്രഹം കൂടിയിട്ടാണ് അതെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വളരെ ബ്ലെസ്ഡ് ആയിട്ട് നിങ്ങൾ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അതിനർത്ഥം തടസ്സങ്ങളോ ചലഞ്ചസോ ഇല്ല എന്നുള്ളതല്ല. തടസ്സങ്ങളും ചലഞ്ചസും എന്തൊക്കെ വന്നാലും ഫൈനലി നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഏതു സിറ്റുവേഷനും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പല സിറ്റുവേഷനിലും ലക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിൽ നിൽക്കുന്ന രീതിയിലല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നു, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി, ബിസിനസ്സിൽ പുറകോട്ടേക്ക് പോയിട്ടുണ്ട്, പക്ഷേ അത് അവിടെ തീർന്ന് പിന്നെ തകർന്നടിഞ്ഞ് നിങ്ങൾ പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരിക്കലും പോയില്ല. നിങ്ങൾ ഈവൻ എന്തെങ്കിലും നഷ്ടങ്ങളോ തടസ്സങ്ങളോ വന്നാലും നിങ്ങൾ പൂർണ്ണമായിട്ട് തകർന്നു പോയാലും അവിടെ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കഴിവ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഉണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇത്രയും ബ്ലെസ്സിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ, ഇതുപോലെയുള്ള കഴിവുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ആ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ
നിങ്ങൾ വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്കൊരു ഇന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാനുള്ള കഴിവുള്ളവരാണ്. നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു നൈപുണ്യമുണ്ട്. കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൺവിൻസ് ചെയ്യാനോ കാര്യങ്ങൾ വിൽക്കാനോ ഒക്കെ ഉള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, ബിസിനസ്സിനൊക്കെ അതിനൊരു നാക്കുണ്ട്, അല്ലെങ്കിൽ അതിനിങ്ങനൊരു രീതി ഉണ്ടെന്നുള്ളൊരു ചിന്തയായിരിക്കാം നിങ്ങളെക്കൊണ്ട് അത് പറ്റില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം. കുറച്ചുകൂടി നിങ്ങളൊരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തി നോക്കുക. നിങ്ങൾക്കുള്ള പല കഴിവുകളും, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ചാലഞ്ചിങ് സിറ്റുവേഷൻസ്, തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ളൊരു കഴിവ് വളരെ ആവശ്യമുള്ള ഒന്നാണ്. പിന്നെ അതുപോലെ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനുള്ളൊരു കഴിവ് അത് നിങ്ങൾക്ക് വളരെയധികം ഉണ്ട് എന്നുള്ളതാണ്. ആ കഴിവുകളൊക്കെ നിങ്ങളിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ അതിന് നിങ്ങൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞു. ആ ഒരു രീതി ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കഴിവുകൾ ആദ്യം മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയറ്റ് എനർജിയാണ് ആൻഡ് 3 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാനസികമായിട്ട് തകർക്കാൻ മറ്റൊരാൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവേ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലോ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന രീതിയിലോ എന്തെങ്കിലും കാര്യങ്ങൾ അതേപോലെ ചെയ്താലും പൂർണ്ണമായിട്ടും നിങ്ങളെ മാനസികമായിട്ട് തകർക്കാൻ ആളുകൾക്ക് പറ്റില്ല. നിങ്ങളുടെ മനഃശക്തി വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ യാത്രകൾ ചെയ്യാനുള്ളൊരു എപ്പോഴും പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കാൻ, യാത്രകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ എപ്പോഴും സ്വിറ്റ്സർലാൻഡിലോ നെതർലാൻഡ്സിലോ ഒക്കെ പോയി ഇരിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും. യാത്രകൾ എപ്പോഴും നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആയിരിക്കണമെന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ, ആളുകളധികം കണ്ടറിയാത്ത തൊട്ടറിയാത്ത ഇടങ്ങളിലൊക്കെ പോവുക, ആളുകളായിട്ട് സംസാരിക്കാം, അങ്ങനെ ഒക്കെ ഉള്ളൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ക്ലാരിറ്റി എത്രത്തോളമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെയല്ല, തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. എല്ലാവരും ആ ബോക്സിന് ഉള്ളിൽ നിന്നുകൊണ്ട്, പരിമിതിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങനെ ആണ്. പക്ഷേ ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രമിക്കാറില്ലാത്തത് കൊണ്ടാവാം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. കാരണം ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും വരുന്നുണ്ട്, പക്ഷേ അതൊക്കെ വന്നാലും അങ്ങനെയൊക്കെയാണ്, പക്ഷേ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളൊരു ലാസ്റ്റിൽ വരുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് പറയുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയോ, അതായത് നിങ്ങൾ വലിയ ഐഡിയാസൊക്കെ ഉണ്ട്, ആ ഐഡിയ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കാറുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്, പക്ഷേ അത്യുഗ്രമായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഉണ്ട്. പക്ഷെ അതൊരിക്കലും നിങ്ങൾക്കൊരു കോൺഫിഡൻസില്ല, നിങ്ങൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കാം. പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് കനിഞ്ഞു നൽകിയ ഒരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചാലും നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഉയരത്തിലേക്ക് എത്താനുള്ളൊരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഷെറിയറ്റ് ആൻഡ് ഡെവിൾ എനർജിയാണ്. ഇത് ഒന്നെന്ന് പറഞ്ഞാൽ വളരെയധികം ഫാസ്റ്റ് ഗ്രോത്ത് ലൈഫിൽ പെട്ടെന്ന് ഉള്ള വളർച്ചയും, അത് പെട്ടെന്ന് വളരുകയും പിന്നീട് അത് സ്റ്റേബിളായിട്ട് നിൽക്കാനും പറ്റുന്ന ഒരു അവസരം നിങ്ങൾക്കുണ്ട് ജീവിതത്തിൽ. പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ എനർജി ഒരു മാനിപ്പുലേറ്റീവ് എനർജി കാണിക്കും. ചില ആളുകൾ നിങ്ങളെ മുതലെടുക്കുകയായിരിക്കും, മറ്റു ചിലർ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ധൈര്യമില്ല. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ചിന്തിക്കുകയാണ്. നിങ്ങൾക്കൊരു വിഷനുണ്ട് ലൈഫിനെ കുറിച്ച്, പക്ഷെ പലപ്പോഴും പല ആളുകൾക്കും ആഗ്രഹങ്ങളുണ്ടാവും, അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് പ്രവർത്തിക്കാനോ ഉള്ള ധൈര്യം ഉണ്ടാവില്ല. ഒന്ന് ചുറ്റുപാടും അന്തരീക്ഷമാണ്. പലപ്പോഴും പല ആളുകളും അവർ ജീവിക്കുന്നിടത്തുനിന്ന് മാറി മറ്റൊരിടത്ത് പോയി താമസിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഒരു സംസ്ഥാനത്തോ രാജ്യത്തേക്ക് മാറുമ്പോൾ അവർ വളരുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം അവരുടെ ചുറ്റുപാടുമുള്ള ആ ആളുകളിൽ നിന്നും മാറി കുറച്ചുകൂടി വൈഡായിട്ട് അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരു പക്ഷേ അവർക്കും സ്വയം കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പലരും ഉയരങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒന്ന് മാറി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾക്ക് സ്ഥിരപരിചിതമായിട്ടുള്ള ആളുകളിൽ നിന്ന് മാറുമ്പോൾ തന്നെ നിങ്ങളൊരു പുതിയ സ്ഥലം, പുതിയ ആളുകൾ, പുതിയ ഭാഷ, പുതിയ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിൽ നിന്നുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ എല്ലാം പുതിയതാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇനി ഇതും ട്രൈ ചെയ്താലോ എന്നുള്ളൊരു തോന്നലിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വളരെയധികം നല്ല എനർജിയുള്ള വ്യക്തിയാണ്. നല്ലൊരു എന്താ പറയുക, നർച്ചറിങ് എനർജിയും നിങ്ങളിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആളുകളുടെ, അതായത്
മറ്റുള്ളവരിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ എനർജി ആളുകളിൽ കൊടുക്കുന്ന ഈ ഒരു ഊന്നൽ നിങ്ങൾ തെറ്റായ ദിശയിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതും നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 9 of Swords and Ace of Pentacles എനർജിയാണ്. നിങ്ങൾ ആളുകളിലെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു, അവരെ സഹായിക്കാൻ, അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കും. കാരണം നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി, നിങ്ങൾ ഒരിടത്ത് നമ്മൾ കയറില്ലേ, ബസ്സിൽ കയറുമ്പോൾ ഒരിടത്ത് കയറുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്ക് കൂടി സീറ്റ് പിടിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതി കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടിയിട്ടുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറ്റുള്ളവരെയും സപ്പോർട്ട് ചെയ്യുന്ന എനർജി ഉണ്ട്. ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. മറിച്ച് മറ്റുള്ള നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകൾ പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുകയല്ല വേണ്ടത്. മറിച്ച് മറ്റൊരാളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സ്പേസ് ഹോൾഡ് ചെയ്ത് വയ്ക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡിസഗ്രിമെൻറ്റ്സോ കോൺഫ്ലിക്റ്റോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് നമ്മുടെ മൈൻഡ് റീഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ നമ്മൾ എക്സാക്ട്ലി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് വാക്കുകളിൽ പറയുമ്പോൾ സ്പഷ്ടമായിട്ട് പറയും. നിങ്ങൾക്ക് മറ്റൊരു അനുഗ്രഹം നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്, സ്പഷ്ടമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന സിറ്റുവേഷനിൽ വേറെ ചില ആളുകൾ ഇടയിൽ കയറി അതിനെ മാനിപ്പുലേറ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾ പറയുന്ന വാക്കുകളിൽ മറ്റുള്ളവർ വാക്കുകൾ നിങ്ങളുടെ വായിൽ ഇട്ട് തരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ അതിലേക്ക് മാറാതെ നിങ്ങൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് ആലോചിച്ച് വ്യക്തമായിട്ട് അത് തന്നെ പറയാം. പിന്നെ ഇമെയിലോ മെസ്സേജസോ അത് വാക്കുകൾ എഴുത്തിലൂടെ ആണെങ്കിൽ അത് സ്പഷ്ടമായിട്ടുള്ള വാക്കുകൾ തന്നെ ഉപയോഗിക്കുക. പെട്ടെന്ന് മറുപടി അയക്കാതെ ആലോചിച്ചിട്ട് തന്നെ മറുപടി അയക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് നിങ്ങളുടെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ. ഇവിടെ കെവലിയർ ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള എബിലിറ്റി എന്ന് പറയുന്നത് ലൈഫ് എങ്ങനെയാണോ ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിതം എങ്ങനെയാണോ മുന്നോട്ടേക്ക് പോകുന്നത് ആ ഒഴുക്കിനൊത്ത് നീന്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് പ്രത്യേകമുണ്ട്. നിങ്ങൾ സെൻസിറ്റീവ് ആണ്, പക്ഷേ അമിതമായിട്ടുള്ള ഒരു സെൻസിറ്റീവ് എനർജി അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണോ സിറ്റുവേഷൻ യു ടേക്ക് ലൈഫ് ഹൗ ഇറ്റ് ഈസ്, എങ്ങനെയാണോ അതുള്ളത്, ഹൗ ഇറ്റ് കംസ്, എങ്ങനെ വരുന്നു, ജീവിതത്തിൽ എന്തൊക്കെ വരുന്നു, എങ്ങനെയൊക്കെ വരുന്നു, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് പിന്നെ അതിനനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു. അത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ടാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, സോ പൈൽ നമ്പർ 2 നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ടാലൻസ്, നിങ്ങളിലേക്ക് പകർന്നു നൽകിയിട്ടുള്ള കഴിവുകൾ, നിങ്ങൾക്കറിയാതെ പോയ നിങ്ങളുടെ ആ കഴിവുകൾ എന്തൊക്കെയാണ് പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ 6 ഓഫ് നിങ്ങളുടേത് വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് കപ്സ് എനർജിയാണ്. 10 ഓഫ് കപ്സ് എനർജി, കപ്പ് എനർജീസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതേപോലെ 6 ഓഫ് കപ്സ് എനർജി ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് സോർഡ്സ് എനർജി ആൻഡ് 3 ഓഫ് വൺസ് എനർജി ആൻഡ് നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് പ്രിൻസ് ഓഫ് വൺസ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ
ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ടാലൻസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 ഓഫ് വോൺസ് എനർജി ആൻഡ് 7 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്കായിട്ട് അനുഗ്രഹിച്ച് നൽകുന്ന വളരെയധികം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനായിട്ട് ഉള്ള ഒരു, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടും, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ എപ്പോഴെങ്കിലും ചെറുതാക്കി കാണിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ഒന്നുമല്ലാതാക്കി കാണിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒരിക്കലും വരുന്നില്ല. എപ്പോഴും നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നൊരു വ്യക്തിയായിട്ടാണ്. കാരണം മറ്റുള്ളവരെപ്പോഴും നിങ്ങളെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് ആക്കി കുറ്റം ചാർത്തുന്ന സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും മിണ്ടാതെ നിൽക്കുന്നില്ല. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും അന്യായത്തിനും അനീതിക്കും എതിരെ പ്രതികരിക്കാനുള്ളൊരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇനി ചില ആളുകൾ നിങ്ങളെ ആരെങ്കിലും നെഗറ്റീവ് ഷെയ്ഡിൽ കൊണ്ടുവരുമ്പോൾ പ്രതികരിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ആ ഒരു കഴിവ്, നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുള്ളത്, അത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ വളരെ അപാരമായിട്ടുള്ളൊരു കഴിവാണ് നിങ്ങളുടെ ഉള്ളിൽ പ്രതികരിക്കാനുള്ള ഒരു കഴിവ്. പ്രതികരണ ശേഷി നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് വാരിയർ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ അറിയാതെ പോയിട്ടുള്ളത്, അപ്പോൾ ഡയറക്റ്റ്ലി ചിലപ്പോൾ ഒരു യുദ്ധത്തിന് പോയിട്ടുള്ളവരോ, അല്ലെങ്കിൽ ഒരു പടച്ചട്ട അല്ലെങ്കിൽ പടയാളിയുടെ എനർജി ഡയറക്റ്റ്ലി ഇല്ല എങ്കിൽ കൂടിയും സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ പലതിനും വേണ്ടിയിട്ട് പ്രതികരിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്. അത് നിങ്ങളിലേക്കും പകർന്നു നൽകിയിട്ട് നിങ്ങൾ ഇതുവരെ ആ ഒരു ടാലൻറ്റ് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ എളുപ്പം നിങ്ങളുടെ മറ്റുള്ളവരെ പറഞ്ഞ് ഇതാണ് വ്യക്തമായിട്ടുള്ള കാരണം, നിങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നത്, എന്താണ് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട്. അതേപോലെ നല്ല അഡ്വൈസസ് മറ്റുള്ളവർക്ക് കൊടുക്കും, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനായിട്ട് നല്ല അഡ്വൈസസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു എനർജി നിങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുള്ള ഒരു പക്ഷേ നിങ്ങളുടെ പൂർവികർ മറ്റുള്ളവർക്ക് നല്ല അതായത് അഡ്വൈസസ് കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ജോലി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരാകാം. ചിലപ്പോൾ ഒരു നാട്ടുപ്രമാണിയോ, അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവർ ഇന്ന കാര്യം ഇന്ന പോലെ ചെയ്യണമെന്നുള്ളതോ, ഇന്നൊരു പൊസിഷനിലിരിക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു ഒരു സാമ്പത്തികമായിട്ടോ അല്ലാതെ വലിയ പൊസിഷനിലിരിക്കുന്നവരായിരിക്കണം എന്ന് നിർബന്ധമില്ല. പൊതുവെ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകാനോ അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള നല്ലൊരു വിസ്റ്റം അവർക്ക് നൽകാനോ, നല്ല ബുദ്ധിശാലിയായിട്ടുള്ള ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വിസ്റ്റം നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിട്ടാണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് പോയിട്ടുള്ളത്. ആ ഒരു ജ്ഞാനം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കൊരു ജോലിയില്ല, ചിലപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇന്നൊരു വലിയൊരു ജോലി, അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറോ എഞ്ചിനീയറോ സയൻറ്റിസ്റ്റോ ഒന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. പലരും ജോലിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഒരാളുടെ ബുദ്ധിശക്തി അളക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കാര്യങ്ങൾ അധികം സംസാരിക്കുന്നത്. ചില ആളുകൾ അമിതമായിട്ട് സംസാരിക്കും, വലിയ വാചാലരായിട്ട് വലിയ കാര്യങ്ങൾ അറിയാമെന്നുള്ള രീതിയിൽ, പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിലൊന്നും നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ശരിയായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ, വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് വളരെ സഹായകരമായിട്ട് ആളുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവും അഡ്വൈസസിനും. ഇവിടെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നില്ല എങ്കിൽ കൂടി ബുദ്ധിശക്തിക്ക് പുറകിലാണെന്നല്ല അതിനർത്ഥം. ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനും ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ എനർജി 8 ഓഫ് കപ്സ് എനർജിയാണ്. അതുപോലെ തന്നെ 6 ഓഫ് കപ്സ് എനർജി കണക്ഷൻസും സൂചിപ്പിക്കുന്നുണ്ട്. കപ്പ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് പവർ വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ നല്ല ഗുഡ് അഡ്വൈസസ് നൽകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ ഉള്ള ഒരു ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും
വർക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് റേക്കി ഹീലിംഗ്, ക്രിസ്റ്റൽ ഹീലിംഗ് പോലെയുള്ള മേഖലകളിലേക്കോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന തരത്തിലുള്ള, മറ്റുള്ളവരുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യം സുഖപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രൊഫഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൽ ചിലപ്പം പഴയ നിങ്ങളുടെ മരിച്ചുപോയിട്ടുള്ള ആരെങ്കിലും വൈദ്യന്മാരോ അതുപോലെയുള്ള ജോലികൾ ചെയ്തിരുന്നവരായിരിക്കാം. ഇനി ചിലപ്പോൾ അവർ വൈദ്യന്മാരോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ കൂടി ചെറിയ ചെറിയ പച്ചമരുന്നുകളൊക്കെ ഒത്തിരി അറിയുന്നവരായിരിക്കാം. അപ്പോൾ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അസുഖങ്ങൾ മാറാൻ, അതുപോലെയൊക്കെ ചെയ്തിരുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ആ ഒരു കഴിവ് നിങ്ങളിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കഴിവുകൾ ഒരു പക്ഷേ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നതാവാം. ഇപ്പോൾ മുടി വളരുന്ന എണ്ണ, ഓയിൽ, അതുപോലത്തെ എന്തെങ്കിലും തരത്തിലുള്ള പല തരത്തിലുള്ള ഓയിൽസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് മാനസികവും ശാരീരികവുമായിട്ട് നല്ലൊരു എനർജി തരുന്ന ഹീലിംഗ് തരുന്ന തരത്തിലുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നതും ആവാം. അതിനുള്ളൊരു അവസരവും നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഈ ഒരു ടാലൻ്റ് ഒന്നും നിങ്ങൾ അറിയുന്നില്ലാത്തത് ആണെങ്കിൽ ഇങ്ങനെയുള്ള രീതികളിൽ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് പകർന്ന് കിട്ടിയിട്ടുണ്ട്. വാക്കുകളാൽ പോലും നിങ്ങൾക്ക് മറ്റുള്ളവരെ സുഖപ്പെടുത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ ഒരാളെ ആശ്വസിപ്പിക്കാനൊരു പ്രത്യേക കഴിവാണ് നിങ്ങൾക്ക്. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഴിവുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക, അത് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 of Cups എനർജി ആൻഡ് 3 of Wands എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം ഗിഫ്റ്റഡ് ആണ്. ഫിസിക്കൽ ഹീലിങ്ങിന് മാത്രമല്ലാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തന്നെ അതായത് നിങ്ങളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിവുകൾ ഉള്ളത് എന്നുള്ളത്. ഇവിടെ നിങ്ങളിലേക്ക് നൽകുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരു ലെവല് വരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്നും സാധിക്കാതെ നിൽക്കുകയും പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഒരു ഏജിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ ഈ ഒരു ഏൻഷ്യൻ വിസ്ഡം, അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞു ഹീലിംഗ് പവറോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന്. അത് പക്ഷേ ചില ആളുകളിൽ ഒരു പരിധി വരെയുള്ള ആളുകൾ നിങ്ങളൊരു ഏജ് കഴിഞ്ഞ് ഒരു 40 ഒക്കെ കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ ഈ കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും ഒരു 40 വയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതെന്ന്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ കഴിവൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു 40 വയസ്സിന് ശേഷമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാക്കിയാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയാൽ സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റാരും പറഞ്ഞു തരാതെ നിങ്ങൾ അറിയുന്നത് ഒരുപക്ഷെ 40-ന് ശേഷമായിരിക്കും. അപ്പോൾ നിങ്ങളിത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കഴിവുകളെ കുറിച്ചിട്ട്, നിങ്ങളുടെ വ്യക്തമായിട്ട് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളിലേക്ക് പകർന്നു നൽകിയിട്ടുള്ളതിനെ കുറിച്ചിട്ട്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 of Cups എനർജിയാണ്. 10 of Cups ആൻഡ് 7 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ വളരെയധികം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ കണ്ണിലൂടെ നിങ്ങളെ കാണുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസമില്ലായ്മ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കഴിവെന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റാരുടെയും സഹായത്തിൻ്റെയോ സപ്പോർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെയോ പോലും ആവശ്യമില്ല. കാരണം യു ആർ എ ഗുഡ് അഡ്വൈസർ. അപ്പോൾ മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ഓൾറെഡി. നിങ്ങളെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ അഡ്വൈസ് കൊടുക്കാം. നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ആളുകളുടെ സപ്പോർട്ട്, വാലിഡേഷൻ, അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇത് എങ്ങനെയുണ്ട്, ഇങ്ങനെയാണോ, ഇത് ഓക്കെ ആണെന്ന് ഒരാളോട് ചോദിക്കുമ്പോൾ അവരതെല്ലാം ഓക്കെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വാലിഡേഷൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സന്നദ്ധരായിരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ വാലിഡേഷനോ ഉപദേശമോ ഒന്നും സപ്പോർട്ടും നിങ്ങൾക്ക് ആവശ്യമില്ലാതെ മുന്നേറാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളെ സംബന്ധിച്ചൊരു
ഒരു പോരാളിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിക്കാനുള്ള കഴിവ്, നിങ്ങളുടെ ഉള്ളിലെ വാരിയർ എനർജി, നേരത്തെ പറഞ്ഞ പോലെ വാരിയർ എനർജി വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഒറ്റയാൾ പട്ടാളം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് കൂടിയിട്ട് ഇവിടെ പറയുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പക്ഷേ ഈ പറയുന്ന പ്രത്യേക അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക ഫീൽഡിൽ അച്ചീവ്മെൻറ്റ് നേടുന്ന നിങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ വ്യക്തി ഒരു പക്ഷേ നിങ്ങളായിരിക്കും. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവരും നിങ്ങളുടെ ഫാമിലി ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ് നേടിയ ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളിലേക്കാണ് അത് നിങ്ങളുടെ ഫാമിലിയിൽ പകർന്നു കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഫാമിലിയിൽ ഈ ഒരു പ്രത്യേക അച്ചീവ്മെൻറ്റ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രത്യേക അച്ചീവ്മെൻറ്റ് നേടുന്ന നിങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ വ്യക്തിയും നിങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് വളരെ പ്രാധാന്യമുള്ള എന്തെങ്കിലും അവാർഡ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ പൂർവികർക്ക് ലഭിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പല രീതിയിലൂടെ. അപ്പോൾ നിങ്ങളിലേക്കും ആ കഴിവ് വന്നിട്ടുണ്ട്. നമ്മൾ പറയില്ലേ എപ്പോഴും ഒരു ഫാമിലിയിൽ ആദ്യത്തെ ആളാണ് ഇത്രയും നല്ല ക്വാളിഫിക്കേഷൻ, ഡിഗ്രി അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത്, ആ ഒരു രീതിയിലുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമ്മൾ പൈൽ നമ്പർ 3ലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് പൈൽ നമ്പർ 3. സോ പൈൽ നമ്പർ 3 നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളിലേക്ക് പകർന്നു നൽകിയ കഴിവുകളൊക്കെ എന്താണ് എന്ന് നോക്കാം. നിങ്ങൾക്കറിയാത്ത ആ കഴിവുകൾ എന്തൊക്കെയാണ് പൈൽ നമ്പർ 3 നമുക്ക് നോക്കാം. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് എനർജി, സ്ട്രെങ്ത് കാർഡ്. നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് എനർജി, ഏസ് ഓഫ് wands എനർജി, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, സ്ട്രോങ് എനർജി കണക്ഷൻസ് ആണ്, ടവർ മൊമെന്റ്, വണ്ടർഫുൾ എനർജി പൈൽ നമ്പർ 3, ആൻഡ് 6 ഓഫ് swords എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി കണക്ഷൻസ് വളരെയധികം ആദ്യം തന്നെ ക്വീൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്, ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബാലൻസ് ചെയ്ത് ലൈഫ് കൊണ്ടുപോകാൻ വളരെ മിടുക്കരായിട്ടുള്ളതാണ്. ആ ഒരു അനുഗ്രഹം നിങ്ങൾ ഒരു നല്ലൊരു ബാലൻസ്ഡ് എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ കാണിക്കുന്നത്. നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഇപ്പോൾ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും, ഇപ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും. നിങ്ങളുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങളിലേക്ക് കൺഫ്യൂഷൻ തിക്കി നിറയ്ക്കുമ്പോൾ നിങ്ങൾ ഇത് വേണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നൽകിയിട്ട് അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഒരുപോലെ നോക്കി കണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ ഒരു കഴിവാണ് നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയിട്ടാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതും നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള ചിന്തകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ആയിക്കൊള്ളട്ടെ, എല്ലാ മേഖലയിലും നിങ്ങൾ വളരെ ഡിറ്റർമിനേഷനുള്ളൊരു വ്യക്തിയാണ്. ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എന്നാണ്. അവർ നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ് നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോകാൻ പറ്റും, നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവാണ്. അപ്പോൾ നിങ്ങൾ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഫാമിലിയിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ മധ്യസ്ഥത നിൽക്കുന്നത്, എല്ലാത്തിനും ഒരു മീഡിയേറ്ററായിട്ട്. എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിന്നിട്ടും അതൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ വളരെ നല്ലൊരു കഴിവായിരിക്കും. നിങ്ങളുമായിട്ട് എല്ലാം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉണ്ടാകാനോ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യങ്ങൾ കുറവായിരിക്കും.
നിങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ ചുറ്റുപാടുമുള്ള ആളുകളെ എപ്പോഴും എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയിട്ട് പെരുമാറുന്ന ഒരു രീതി നിങ്ങളിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും അതേപോലെ തന്നെ നല്ലൊരു കാര്യങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രത്യേക കഴിവെന്ന് പറയുന്നത് നിങ്ങളുടെ ചിലപ്പോൾ സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ നിലനിർത്തുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി സുഹൃത്തുക്കളുണ്ടാകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചില സാഹചര്യങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ട് പലപ്പോഴും ചില ആളുകൾ കടം ചോദിക്കുക, അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അമിതമായിട്ട്, നിങ്ങൾക്കറിയാം ആളുകളെ എവിടെ നിർത്തണം എന്നുള്ളത്. അമിതമായിട്ട് സഹായിക്കുന്നില്ല എന്നുള്ളതല്ല, ആളുകളെ സഹായിക്കും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പക്ഷെ ഒരാൾ ജാമ്യം നിൽക്കാൻ പറയുന്ന അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സഹായം ഒത്തിരി രൂപയുടെയൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷൻസിൽ ഇല്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾ എളുപ്പമായിട്ട് അത് എടുക്കില്ല. അവർക്ക് പിന്നെ വഴക്കായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഓരോരുത്തരുടെ സ്വഭാവം നോക്കിയിട്ട് അവരോടത് എങ്ങനെ ഇല്ല, ഒരാളോട് ഇല്ല എന്ന് വെറുതെ പ്ലെയിനായിട്ട് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണെങ്കിൽ എളുപ്പമാണ്. പക്ഷെ ചില ആളുകൾ അതൊന്നും മനസ്സിലാക്കില്ല. അപ്പോൾ അവർക്ക് നോ പറയുന്നത് എങ്ങനെ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകും എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ആളുകളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോ പറയുന്നത് വളരെ സ്മൂത്തായിട്ടും അവർക്ക് ഒന്നും തോന്നാത്ത രീതിയിൽ നോ പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ജോലിയിലും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ളൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ടോപ്പ് പൊസിഷനിലേക്ക് പോകാനായിട്ട് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ് നിങ്ങൾ എല്ലാത്തിലും. പ്രത്യേകിച്ച് ജോലിയിൽ അങ്ങനെ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് പോകാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങളിലേക്ക് അത് എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ആൻസിസ്റ്റേഴ്സ് നമുക്ക് പല കാര്യങ്ങളും നമ്മളിലേക്ക് പകർന്നു നൽകിയിട്ടുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ നമ്മളെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ പല ചിന്തകൾ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കും. ആ ചിന്തകളാണ് അതുമായിട്ടാണ് നമ്മൾ വളർന്നു വരുന്നത്. നമ്മൾ വലുതാകും തോറും ആ ചിന്തകൾ വളർന്നു വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ കെട്ടടങ്ങി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ടോപ്പ് പൊസിഷനിൽ എത്തി നിൽക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഭരണ നൈപുണ്യം വളരെ കൂടുതലാണ്. ഒരു കമ്പനിയോ ഒരു സാഹചര്യമോ ഒരു സിറ്റുവേഷൻസോ എന്തിനേയും തലപ്പത്തിരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുകയും ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യാം. നിങ്ങൾ പലരും സംബന്ധിച്ചിടത്തോളം ജനിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും നിഷ്കളങ്കരായിരിക്കും. മുന്നോട്ടേക്ക് വളരും തോറുമാണ് അവരുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും. അപ്പോൾ ഈ കഴിവ് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നെക്സ്റ്റ് വന്നിട്ട് സ്ട്രെങ്ത് കാർഡ് ആൻഡ് ഏസ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പ്രത്യേക ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാഗ്നറ്റ് പോലെയാണ്. ആളുകൾ നിങ്ങളോട് വന്ന് അടുക്കും വളരെ പെട്ടെന്ന്. അപ്പോൾ ഇവിടെയുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ആളുകൾ നിങ്ങളോട് അടുക്കുന്നു, എല്ലാവരും നിങ്ങളോട് അടുക്കുന്നു. അപ്പോൾ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ കുറച്ച് വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും. പക്ഷെ നിങ്ങളുടെ ഒരു പ്രത്യേക കഴിവെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ സംസാരിച്ചാലും ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യമൊന്നും തോന്നില്ല. കാരണം നിങ്ങൾ പറയുന്ന രീതി, നിങ്ങളുടെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ്, മൈക്രോ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ പറയുന്ന പോലെ അതൊക്കെ വളരെ പോസിറ്റീവ് ഫീലാണ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്. ഒരാൾ നോ പറയുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം, രീതി, ആറ്റിറ്റ്യൂഡും ഒക്കെ ആയിരിക്കാം നിങ്ങൾ നോ പറയുമ്പോഴും മറ്റൊരാൾ നോ പറയുമ്പോഴും ഉള്ളൊരു വ്യത്യാസം. അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി വളരെയധികം മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം നിങ്ങളുടെ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് നിങ്ങൾ ദേഷ്യത്തോടെ പറഞ്ഞാൽ പോലും മറ്റുള്ളവർ പെട്ടെന്ന് ദേഷ്യപ്പെടാത്തൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരെ എല്ലാ ആളുകളെയും അടുപ്പിച്ച് നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവാണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ ഫാമിലിയിലും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇന്ന ആളാണെന്ന് പറയുന്ന ആ ഒരു വ്യക്തി നിങ്ങളായിരിക്കാം. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഒരു അൺസ്റ്റോപ്പബിൾ എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലത്തെ ഒരു നാച്ചുറൽ ഗിഫ്റ്റ് നിങ്ങളുടെ ടാലൻസ് വളരെയധികം ജീവിതത്തിൽ മുന്നേറാനുള്ള എല്ലാ തരത്തിലുള്ള ടാലൻസും നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നാച്ചുറലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ വളരെ സ്ട്രോങ് കൂടിയാണ്. ഏതൊരു സിറ്റുവേഷൻ വന്നാലും ആ സിറ്റുവേഷനിൽ മറ്റുള്ളവരെ കൂടെ നിൽക്കുന്നവരെയും ചേർത്ത് മുന്നോട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് രക്ഷപ്പെടുക അല്ലെങ്കിൽ മുന്നേറുക എന്നുള്ളതല്ല. നിങ്ങൾ മുന്നേറുമ്പോൾ കൂടെ നിൽക്കുന്ന മറ്റുള്ളവരെയും കൂടി ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെപ്പോഴും നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി എപ്പോഴും നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്, നിങ്ങൾ ഡിപ്പെൻഡബിൾ ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊരു നിങ്ങളുടെ പ്രത്യേകതരമായിട്ടുള്ളൊരു കഴിവാണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത്. അതേപോലെ സ്ട്രെങ്ത് കാർഡ് ആൻഡ് ടവർ മൂവ്മെൻ്റ് ആണ്. സ്ട്രെങ്ത് കാർഡ് ആൻഡ് ടവർ മൂവ്മെൻറ്റ് എനർജി പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തകർന്നു പോകുന്നൊരു വ്യക്തിയല്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വളരെയധികം വാല്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്തുള്ള ആളുകളെയും വാല്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ പ്രോമിസ് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് ആളുകൾക്ക് വളരെയധികം, അതായത് നിങ്ങളൊരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഇന്ന രീതിയിൽ ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നിങ്ങളോടൊരു പ്രത്യേക മമതയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കുന്നവരെയും ചേർത്ത് നിൽക്കുന്ന ഒരു എനർജി നിങ്ങളിലുണ്ട്. ആ ഒരു സ്നേഹം, സഹാനുഭൂതി, സഹജീവികളോടുള്ള കാരുണ്യം, ഇതൊക്കെ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങൾക്ക് പകർന്ന് കിട്ടിയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ, അതായത് ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഹീൽ ചെയ്യാതെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹീലിംഗ് എന്ന് പറയുന്നത് വളർച്ചയാണ്, അതായത് പേഴ്സണൽ പവറാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹീലിംഗ്. അപ്പോൾ നിങ്ങൾ ഉയരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അങ്ങനെ ഉയരത്തിലേക്ക് എത്തുകയും നിങ്ങൾ ആ ഒരു പൊസിഷനിൽ നിൽക്കുകയും നിങ്ങളെപ്പോലെ ട്രോമ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുകയും ജീവിതത്തിൽ ഉയരാൻ സഹായിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് നിങ്ങളുടെ ഹീലിംഗ് സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായി, അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ട്രോമ ഹീൽ ചെയ്യുന്നു, അതുപോലെ മറ്റുള്ളവരെയും ഹീൽ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങൾ ചില ആളുകൾക്ക് ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റ്, അതായത് ഇമോഷണലി മെൻ്റലി വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ സഹായിക്കാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റ്, ഈവൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, ആ ഒരു രീതിയിൽ, ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ആ ഒരു പൊസിഷനിൽ നിങ്ങളെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പലരുടെയും ഒരു ഹീറോ ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനുണ്ട്. ഇവിടെ ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് മറ്റാളുകളെ രക്ഷിച്ച് ജീവൻ ത്യജിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ടാലൻറ്റ് കാണിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ, ഏത് സിറ്റുവേഷനിലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ സ്റ്റെബിലിറ്റി, സ്ഥിരത, ഏതൊരു കാര്യത്തിനും സ്ഥിരത ഉണ്ടാകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ലൊരു എനർജിയാണ്. സ്ഥിരതയോട് കൂടിയിട്ട്, വ്യക്തതയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അതേപോലെ പറഞ്ഞതുപോലെ ചെയ്യുക, ഇതൊക്കെ നിങ്ങളിലുള്ള കഴിവുകളാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ എനർജി സൂചിപ്പിക്കുന്നത് കിങ് ഓഫ് കപ്സ് എനർജി, കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു എനർജി ആണ് നിങ്ങളിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക, മുന്നോട്ടേക്ക് പോയി മാറി നിൽക്കരുത്. നിങ്ങൾ ഒത്തിരി ഹൈ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു കഴിവ്, അതിനുള്ള യുക്തി, അതിനുള്ള വിസ്ഡം എല്ലാം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ മാറി നിൽക്കാതെ കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഏറ്റവും ടോപ്പ് പൊസിഷൻ, യു ആർ ഗെറ്റിംഗ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നും ശരിയായില്ല, ഇതും ശരിയായില്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ രീതിയിലേക്ക് പോകാനല്ല, യു ആർ നോട്ട് മെന്റ് ടു ബി ദെയർ. ഇപ്പോൾ ചില ആളുകൾ പറയും, ഇപ്പോൾ സർക്കാർ ജോലി അല്ലെങ്കിൽ ഇന്ന ജോലി, ആ ഒരു ജോലിയിൽ നിൽക്കേണ്ട അല്ലെങ്കിൽ ഇന്നൊരു പൊസിഷനിൽ നിൽക്കേണ്ട ഒരാളല്ല. നിങ്ങൾക്ക് ഒത്തിരി ഉയരത്തിലേക്ക് എത്താൻ, ഇനിയും ഉയരത്തിലേക്ക് എത്താൻ പല പല മാർഗങ്ങളും ഉണ്ട്. നിങ്ങളതൊന്നും കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ ടാലൻസ്, ഹൈലി ടാലൻറ്റഡ്, ഹൈ പൊസിഷനിൽ എത്താനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ പലരെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ പല പ്രാരബ്ധങ്ങളിലൊക്കെ പെട്ടിട്ട് അവനവൻ്റെ കഴിവുകൾ മനസ്സിലാക്കാതെ പോകുന്നു. ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, വീണ്ടും നിങ്ങൾ ഒത്തിരി ഉയരത്തിലെത്താൻ പറ്റുന്നതാണ്. അത് എങ്ങനെയാണ്, എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരെ സംബന്ധിച്ചും നിങ്ങളുടെ പേഷ്യൻസ് ആണ് വളരെയധികം പേഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ പേഷ്യൻസ്, ക്ഷമയാണ് നിങ്ങളുടെ ഏറ്റവും പല സിറ്റുവേഷനിലും ഏറ്റവും നല്ല ആയുധമായിട്ട് കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് ക്ഷമയോടുകൂടി നിന്നിട്ട് പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ക്ഷമ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരു കാര്യം സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ ഇതെന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, അതിൻ്റെ ഫാക്ട്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ഇത് എന്താണ്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു വ്യക്തത ഉണ്ടാവും, തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബിഗ് താങ്ക് യു.